ഷെൽ കമ്പനികൾ എന്നാൽ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു ഉപാധികളാണ്. വെറും കടലാസിൽ മാത്രം ഉള്ള കമ്പനികൾ. ഈ കമ്പനികൾക്ക് യഥാർത്ഥത്തിൽ ബിസിനസ്സോ ജീവനക്കാരോ ഒരു ഓഫീസോ പോലും ഉണ്ടായിരിക്കില്ല. ഒരു പക്ഷേ ഒരു ഉടമസ്ഥനെ പോലും കണ്ടെത്താനായിട്ട് സാധിച്ചെന്ന് വരില്ല. നിയമവിരുദ്ധമായിട്ട് ലഭിച്ച പണം ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് ഈ ഷെൽ കമ്പനികളുടെ അക്കൗണ്ടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് പ്ലേസ് ചെയ്യുന്നു. ഈ പണം ഒന്നിനു പുറകെ ഒന്നായിട്ട് മറ്റ് പല ഷെൽ കമ്പനികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂട്ട് ചെയ്യുന്നു. അതായത് ഇതിന്റെ ഒരു ഒറിജിൻ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് തീർത്തും ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു നിലയിലേക്ക് വരുത്തി തീർക്കും. ഇല്ലാത്ത സേവനങ്ങൾ നൽകി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഇൻവോയ്സുകൾ റേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻവോയ്സുകൾക്ക് എഗെയിൻസ്റ്റ് ഷെൽ കമ്പനികൾ പണം കൈമാറും. ഒരു പക്ഷേ ഈ പണം വിദേശ ഷെൽ കമ്പനികളിൽ നിന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI എന്നുള്ളൊരു പേരിലൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ഇതോടുകൂടി ആ കള്ളപ്പണം നിയമപരമായിട്ട് മാറുകയാണ്. ഈ ഷെൽ കമ്പനികളുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതും മറ്റൊരു വഴിയാണ്. യഥാർത്ഥ ഉടമയെ മറച്ചു വെക്കാനായിട്ട് ഇത് സഹായിക്കും. ഈ കള്ളപ്പണം വെളുപ്പിക്കാനും നികുതി വെട്ടിക്കാനും ഒക്കെ ആയിട്ട് ഷെൽ കമ്പനികളുടെ മറവിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം തീർച്ചയായിട്ടും നമ്മുടെ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്.